ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും കോൺട്രാ മുതൽ പർച്ചേസ് വരെയുള്ള വൗച്ചർ ടൈപ്പുകൾ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. F4 കോൺട്രാ നമുക്കിത് ടാലിയിൽ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് കോൺട്രാ വൗച്ചർ എടുക്കുന്നതിനായിട്ട് ഗേറ്റ് വേ ടാലിയിൽ പോവുക. അതിനുശേഷം നമുക്ക് വേണ്ടത് വൗച്ചേഴ്സ് എടുക്കാനായിട്ട് നേരെ ട്രാൻസാക്ഷൻ വൗച്ചർ നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷൻ എന്ന പേജിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ പേയ്മെൻറ്റ് വൗച്ചറാണ് കാണിക്കുന്നത്. ഒന്നുകിൽ ഇവിടെ കോൺട്രാക്ട് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ F4 എന്നുള്ള കീ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കോൺട്രാ വൗച്ചറിലേക്ക് പോയി. ഈ കോൺട്രാ വൗച്ചർ എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിലുള്ള അക്കൗണ്ടിങ് കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. ഓരോ വൗച്ചേഴ്സ് എങ്ങനെ എടുക്കാമെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. F5 പേയ്മെൻറ്റ് വൗച്ചർ. ഇവിടെ നമ്മൾ വൗച്ചർ അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷൻ എന്നുള്ളത് നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ നമുക്ക് പേയ്മെൻറ്റ് വൗച്ചർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ F5 എന്നുള്ള കീ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരെ പേയ്മെൻറ്റ് വൗച്ചറിലേക്ക് വരും. F6 റിസിപ്റ്റ് വൗച്ചർ. നമ്മളിവിടെ F6 ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ F6 എന്ന് പറയുന്ന കീ നമുക്ക് ചൂസ് ചെയ്യാണെങ്കിൽ റിസിപ്റ്റ് വൗച്ചറിലേക്ക് നേരിട്ട് പോകാം. F7 ജേണൽ വൗച്ചർ. ഇവിടെ നമുക്ക് വൗച്ചേഴ്സിൽ ജേണൽ വൗച്ചർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ F7 കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജേണൽ വൗച്ചറിലേക്ക് പോകാം. സെയിൽസ് വൗച്ചർ. നമുക്കിവിടെ സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ F8 എന്നുള്ള കീ നമുക്ക് പ്രസ് ചെയ്താൽ നേരെ സെയിൽസ് വൗച്ചറിലോട്ട് പോകുന്നതാണ്. F9 പർച്ചേസ് വൗച്ചർ. ഇവിടെ നമുക്ക് വൗച്ചേഴ്സിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വൗച്ചേഴ്സിൽ പോകുന്നു. ഇവിടെ നമുക്ക് പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ F9 എന്നുള്ള കീ പ്രസ് ചെയ്യാം. നമ്മൾ പർച്ചേസ് വൗച്ചറിൽ എൻ്റർ ചെയ്തിരിക്കുന്നു. ഈ F10 നമുക്ക് വരുന്നുണ്ട്, അതർ വൗച്ചേഴ്സ് കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് പരിചയപ്പെടാം ഡീറ്റെയിൽ ആയിട്ട്.